ടർബോയുടെ മാസ് രംഗങ്ങൾ എങ്ങനെ കൈകാര്യം? ടർബോ ബേസിക്കലി ഒരു ടോട്ടലി എന്റെ ഒരു മാസ് മൂവിയാണ്. അപ്പൊ അതിന്റെ അകത്ത് ഫൈറ്റും അതുപോലെ ആക്ഷൻ, ഭയങ്കര ത്രസിപ്പിക്കുന്ന ആക്ഷനും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ശരിക്കും വൈശാഖ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ തന്നെ അത്തരം സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു വലിയ ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ സിനിമയിൽ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ആക്ടറിനും വളരെ ഈസിയാണ്. മമ്മൂക്കയുടെ കൂടെ ടർബോയുടെ കാര്യമാണ്. ടർബോയിൽ മമ്മൂക്കയുടെ കൂടുതൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് നമുക്ക് ഒരു സ്വപ്നം കാണാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ഫ്രെയിമില് മമ്മൂക്കയുടെ നേരെ, ഒരു ഷോട്ടിൽ മമ്മൂക്കയുടെ നേരെ കത്തി വീശുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പൊ ആ ഷോട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഡിവൈനായിട്ട് തോന്നി. കാരണം ഒരു ഫ്രെയിമില് ഞാനും മമ്മൂക്കയും മാത്രം നിൽക്കുന്നു, ക്യാമറ എല്ലാം സെറ്റ് ചെയ്യുന്നു. ഡയറക്ടർ ആക്ഷൻ എന്ന് പറയുമ്പോ ഞാനും മമ്മൂക്കയും മാത്രം അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ത്രില്ലിംഗ് ആണ്. തീർച്ചയായിട്ടും ഭയങ്കര ഭാഗ്യമാണ്. അതൊന്ന് രണ്ടാമത് എടുത്തു പറയേണ്ട കാര്യം വെച്ചാല് ഞാന് മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്ന, മേക്കപ്പ് ഇട്ട് റെഡിയായി നിൽക്കുന്ന സമയത്ത് മേക്കപ്പ് ഇട്ടിട്ട് മമ്മൂക്കയെ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ. മമ്മൂക്കയ്ക്ക് പകരം അവിടെ നമ്മൾ ആക്ഷൻ റിഹേഴ്സൽ ചെയ്യുന്നത് ഒരു ഫൈറ്റിന്റെ ഒരു ഫൈറ്റ് മാൻ കൊണ്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ഒരു പൊസിഷനിലൊക്കെ നിർത്തിയിട്ടായിരിക്കും ചെയ്യുന്നത്. അത് ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം മമ്മൂക്കായിട്ടുള്ള ഒരു ആക്ഷൻ, മീൻസ് ഒരു പ്രത്യേകിച്ച് ഡയലോഗ് പറയുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ആക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാലും മമ്മൂക്ക എന്ത് പറയുന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനുണ്ട്. അതേസമയം മമ്മൂക്ക വന്ന് മുമ്പിൽ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ടെൻഷൻ ഇല്ല. അപ്പം അത് മമ്മൂക്കയുടെ എന്തോ ഒരു ആളുകളെ കൈകാര്യം ചെയ്യുന്ന രീതി, മമ്മൂക്ക മറ്റുള്ള കൂടെയുള്ള സഹനടന്മാരെ പരിഗണിക്കുന്ന ഒരു രീതിയുടെ ഒരു ഫലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ മികവല്ല, എനിക്ക് ആ സമയത്ത് ഒരു ടെൻഷനും ഇല്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റി. നമുക്ക് നമ്മളോട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് തരികയും ചെയ്യും, അതിനുള്ള സ്പേസ് തരികയും ചെയ്യും. അത് അനാവശ്യമായ ഡീഗ്രേഡിംഗ് ആയിരുന്നു. അത് എന്തിനാണ് അത്ര അധികം ഇത്രയും എന്താ പറയുക കരുതിക്കൂട്ടി ഡീഗ്രേഡ് ചെയ്യുന്ന പോലെ തകർത്തെ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡീഗ്രേഡിങ് എന്തിനാണ് ആളുകൾ, എല്ലാവരും അല്ല, വളരെ കുറച്ച് ആൾക്കാർ എന്തിനാണ് ഇത്രയും ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷെ ഓഡിയൻസിനെയാണ് അവിടെ നമ്മൾ സമ്മതിക്കേണ്ടത്. പ്രേക്ഷകര് അത് പോയി കാണുന്നു. ഇത്രയും ഡീഗ്രേഡിംഗ് ഒക്കെ വന്നിട്ടും പ്രേക്ഷകർ അത് പോയി കാണുന്നു, അത് പോയി കാണുന്നു, വിജയിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടമാണ്. ആ സിനിമ ഇഷ്ടപ്പെട്ടു. ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഈ ടർബോ എന്ന് പറയുന്നത് അത്രയധികം ഒരു ഐക്കണിക് സിനിമയായിട്ട് മാറി. മലയാളത്തിലെ ഒരു ഐക്കണിക് സിനിമ, ഒരു ആക്ഷൻ ത്രില്ലറായിട്ട് മാറിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അതിന് രണ്ടാം ഭാഗം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.